കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ബിഗ് ബോസ് സീസൺ 6 ചരിത്രത്തില് എയർപോർട്ടിൽ വരുമ്പം ഇതുവരെ ഇല്ലാത്ത ജനസാഗരമാണ് ശരണ്യക്ക് വന്നത്. ശരണ്യ എന്ന് പറയുന്ന പേര് ഇന്നും ജനങ്ങൾ കാണുന്നത് ഡ്രസ്സിങ്ങിലാണ്. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. നാട്ടുകാരങ്ങനെ പലതും പറയും. അതായത് ഡ്രസ്സ് ഇട്ട് എക്സ്പോസ് ചെയ്യുന്ന ശരണ്യയെ ആളുകൾ കാണുന്നുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് 65 ദിവസം 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നത് എക്സ്പോസ് ഡ്രസ് ചെയ്തിട്ടാണോ? ഇറങ്ങിപ്പോവാൻ പറയില്ല, നമുക്കെല്ലാം പറഞ്ഞു ഞാൻ തയ്യാറല്ല. അതോ ജിംവെയർ അപ്പൊ എടുത്തു പറയണം. ഇത് ഞാൻ ഒന്നിനോട്ട് കൊള്ളുകയില്ല, ചുമ്മാ വായിട്ട് വളവളവള അടിച്ചോണ്ടിരിക്കുകയും ചെയ്യും. ജിംവെയർ എല്ലാം ഡ്രസ് എന്ന് പറയരുത്. എപ്പിസോഡിൽ ഡ്രസ്സിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഡ്രസ് എന്ന് പറയരുത്. ജിംവെയറിൽ നമുക്ക് എക്സ്പോസ്ഡ് തോന്നി. അല്ല സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത് അനാവശ്യ ചോദ്യമല്ല. അപ്പൊ ഞാൻ ശരണ്യോട് ചോദിക്കുന്നത്, ആ ജിംവെയർ ഇട്ടത് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു. ശരണ്യ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ശരണ്യ ഇട്ടേക്കുന്ന ജിം സൂട്ട് ഉണ്ടല്ലോ, എക്സ്പോസ് തന്നെയായിരുന്നു. ഞാനിവിടെ സമാധാനമായിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലല്ലേ? മര്യാദ പോയില്ലല്ലോ. പുറമെ ഒന്നും കാണത്തില്ലെങ്കിലും കാണുന്നുണ്ടായിരുന്നോ? ശരിക്കും അതിലും കാണുമായിരുന്നു. അതും കൂടി ചെയ്തുതരാം. ജിംവെയർ ശരണ്യക്കില്ലായിരുന്നെങ്കിൽ ശരണ്യ 65 ദിവസം പിടിച്ചു നിൽക്കുമായിരുന്നു. തീർച്ചയായും. ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോ കുറച്ചുകൂടെ എന്നെ മാത്രം ഉന്നം വെച്ചിരിക്കുകയാണ് ലോകം. എന്താ അതിന്റെയൊക്കെ അർത്ഥം? ഞാൻ ഒരു കാര്യം പറട്ടെ, ഈ 65 ദിവസം ആ ജിം തുണിയിട്ട് മാത്രം ബാങ്കട കളിച്ചോണ്ട് നിൽക്കുമായിരുന്നു ശരണ്യ. എന്ത് കണ്ടന്റ് ഉണ്ടായിരുന്നു? ബിഗ് ബോസ് ഹൗസില് 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് മാത്രം എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. 65 ദിവസം ജിംവെയർ മാത്രം ഇട്ടാണോ അജി എന്ന് പറഞ്ഞ ആള് കണ്ടത് തന്നെ? ഞാൻ കണ്ടതെല്ലാം ലാലേട്ടൻ വരുമ്പോ മാന്യമായിട്ടുള്ള ഡ്രസ് ഇടുന്നു. അല്ലാതെ പ്രേക്ഷകർക്ക് ശരണ്യെ നിലനിൽക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വർത്താനോ 65 ദിവസം നിലനിന്നത് ശരണ്യയുടെ കഴിവ് കൊണ്ടാണോ, ശരണ്യ ഇട്ട വസ്ത്രരീതിയാണോ? കഴിവുകൊണ്ട് തന്നെയാണ്. വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ.